ഇസ്രായേലിൻ്റെ ആക്രമണം ഒന്ന് ഒതുങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴതാ വരുന്നു ഗ്യാങ് വാറും ആഭ്യന്തര സംഘർഷങ്ങളും. വെടിനിർത്തലിന് ശേഷം വീട് തേടിയെത്തിയ പലസ്തീനികൾക്ക് വീണ്ടും പലായനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗാസയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വീണ്ടും ആരംഭിച്ചത്. ഹമാസും സായുധ ഗ്രൂപ്പായ ഡോമുഷ് ഫാമിലിയുടെ ആളുകളുമാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. ഡോമുഷ് ഫാമിലി എന്നത് കാലങ്ങളായി ഗാസയിലുള്ള ഒരു ഗ്രൂപ്പാണ്. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള സായുധ സംഘമാണവർ. കള്ളക്കടത്താണ് ഇവരുടെ പ്രധാന വരുമാനമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെതിരായ വലിയ പോരാട്ടങ്ങളിലും ഡോമുഷ് ഗ്യാങ്ങിലെ ആളുകൾ പങ്കെടുത്തിരുന്നു. അത് പണ്ടാണ്. ഇതിനിടെ ഈ ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടേക്കുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ട്രക്ക് വഴി എത്തുമ്പോൾ ഇതിനെ തട്ടിപ്പറിച്ചുകൊണ്ട് വലിയ വിലയ്ക്ക് ഗാസയിൽ ഇവർ വിറ്റിരുന്നുവെന്ന് ഹമാസ് ഈ ഡോമുഷ് ഗ്യാങ്ങിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇനി ഇപ്പോഴുണ്ടായ സംഭവങ്ങളിലേക്ക് വരാം. ഈ ഡോമുഷ് ഗ്രൂപ്പ് ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് ഹമാസിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഇസ്രായേൽ സൈന്യം ഗാസയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഹമാസിന് പുറത്തിറങ്ങി ആഭ്യന്തര ശത്രുക്കളെ വകവരുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെടിനിർത്തൽ വരുന്നതും ഇസ്രായേൽ സൈന്യം കുറച്ചു ദൂരമെങ്കിലും ഗാസയിൽ നിന്ന് പിൻവലിയുന്നതും. ഇതോടെ ഒളിച്ചിരുന്ന ഹമാസ് ഡോമുഷ് ഗ്യാങ് താവളമാക്കിയ ജോർദാനിയൻ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തി. ഡോമുഷ് ഗ്യാങ്ങിലെ 19 പേരെയാണ് ഈ പോരാട്ടത്തിൽ ഹമാസ് കൊലപ്പെടുത്തിയത്. 8 ഹമാസ് സൈനികർക്കും ജീവൻ നഷ്ടമായി. ഒപ്പം സലേ അൽ ജഫറാവി എന്ന 28 വയസ്സുള്ള മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടു. ആക്രമണം കണ്ട് ഭയന്ന് നിരവധി പേരാണ് വീട് വിട്ടുപോയത്. 28 പേരുടെ ജീവനെടുത്ത ആക്രമണം അവസാനിച്ചെങ്കിലും ഹമാസിന് വലുത് വരാനിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഗാസ സമാധാന കരാറിലെ 2ാമത്തെ വ്യവസ്ഥ ഹമാസിൻ്റെ നിരായുധീകരണമാണ്. എത്രയും വേഗം ആയുധങ്ങൾ താഴെവെച്ച് പരിശീലനങ്ങൾ അവസാനിപ്പിച്ച് മറ്റ് തൊഴിലുകൾ തേടി പോകണമെന്നാണ് ഹമാസിനോട് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഹമാസിലെ ഒരാളെയും വച്ചിരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ ആഭ്യന്തര സംഘർഷം തുടങ്ങിയതോടെ ട്രംപ് നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല, അതിന് പറ്റിയ ആളുകൾ ഗാസയുടെ തൊട്ടടുത്തുണ്ടെന്നും US സൈന്യം നേരിട്ടിറങ്ങി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. It's a tough situation. They brought back bodies today, as you probably know, but they also said they're going to behave. We're going to find out if they behave. If they behave good, if they don't behave, we'll take care of it. Yeah, please. Following up on that, when you I didn't say you. You CNN, fake news. Go ahead. You said in your post that if they kept killing people in Gaza, we would have no choice but to go in and kill them. So do you mean US forces would go in and take out Hamas? No, I didn't say who would go in, but somebody will go in. It's not going to be us. We won't have to. There are people very close, very nearby that will go in. They'll do the trick very easily, but under our auspices. ഇനി ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് കൂടി പറയേണ്ടതുണ്ട്. ഇസ്രായേലി സൈന്യം ഒഴിഞ്ഞ ഇടങ്ങൾ പിടിച്ചെടുക്കാൻ ഹമാസ് 7000 സൈനികരെ അണിനിരത്താൻ ഒരുങ്ങുന്നുവെന്നാണ് ഗാസയിലെ വിവരങ്ങൾ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം ഉള്ളതാണെങ്കിൽ ഗാസ സമാധാന കരാറിന്റെ ലംഘനമാണത്. ഗാസയിലെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഹമാസ് ഉണ്ടാകരുതെന്നാണ് വ്യവസ്ഥ. അത് ലംഘിച്ചാൽ പിന്നെ ഗാസയെ ഇല്ലാതാക്കാൻ കാത്തിരിക്കുന്ന നെതന്യാഹുവിന് കയ്യിൽ വടി കൊടുക്കുന്ന പോലെയാകും കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഗാസയുടെ സമാധാനത്തിന് ഭീഷണി ഹമാസ് ആണെന്ന് പറയേണ്ടി വരും.